നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു FSS എന്ന രീതിയിൽ നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും സാർ പറഞ്ഞത് റേഞ്ച് പോകുന്നുണ്ടോ? കേൾക്കാന്നുണ്ടോ? റേഞ്ച് പോകുന്നുണ്ടോ? ഇപ്പൊ ശരി. അതായത് നമുക്കറിയാം, നമ്മള് ജീവിതത്തില് പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്കൊക്കെ എന്ത് വേണം? ട്രെയിനിങ് അത്യാവശ്യമാണ്, ഏത് മേഖലയായാലും. അപ്പൊ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകാം. അപ്പോൾ ഞാൻ നിലവിലൊരു അധ്യാപന മേഖലയിൽ നിന്നാണ് ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വരുന്നത്. ഈ ഒരു മേഖലയിലേക്ക് എന്നെ എത്തിച്ചിരിക്കുന്നത് ഇന്ന് കമ്പനിയുടെ ITC ലീഡർ ആയിട്ടുള്ള പള്ളിയത്ത് സ്വദേശിയായിട്ടുള്ള ശ്രീധരൻ സാറാണ്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കഴിയാവുന്നവരൊക്കെ വീഡിയോയിൽ വരിക എന്നുള്ളതാണ്. വീഡിയോയിൽ വന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ മനസ്സ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനസ്സ് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇരിക്കുന്ന 1 മണിക്കൂർ സമയം നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. ഒരിക്കലും ഒരു മതപ്രഭാഷകൻ, ഒരു ആത്മീയ പ്രഭാഷകനാണ്. അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം പല പല വേദികളിലും പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ പ്രസംഗിക്കുന്ന സമയത്ത് ആത്മീയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം മറ്റുള്ളവരെ കരയിപ്പിക്കുന്ന സംസാരങ്ങളാണ് സംസാരിക്കാറുള്ളത്. പക്ഷെ പലരും അങ്ങനെ, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, പലരും കരയുന്നത് കാണാറില്ല, ആ ഒരു ചിന്തയിലേക്ക് വരാറില്ല. പക്ഷെ ഒരു സമയത്ത് അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് വേദിയിലുള്ള മുമ്പിലിരിക്കുന്ന ഒരു വ്യക്തി വല്ലാതെ ഇങ്ങനെ കരയുന്നത് കണ്ടു. വോയിസ് കട്ടാകുന്നുണ്ടല്ലോ. റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടോ? റേഞ്ച് മാറിയിരിക്കണോ? മാറിയിരുന്ന കേൾക്കുന്നുണ്ടോ എന്ന് പറയണേ. അപ്പോ കേൾക്കുന്നുണ്ട്. ഓക്കെയാണ്. പിന്നെ ഈ മതപ്രഭാഷകൻ സംസാരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി മുമ്പിൽ ഇരുന്നു കൊണ്ട് വല്ലാതെ കരയുന്നത് കണ്ടു. അപ്പോ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. കാരണം പലപ്പോഴും ഇങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് കരയാൻ വേണ്ടിയാണ് സംസാരിക്കാറുള്ളത്. പക്ഷെ മുമ്പിൽ നിന്ന് ആരും കരയാറില്ല. അപ്പോ ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലാകുന്നില്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിങ്ങനെ വിഷമിക്കാറുണ്ട്. പക്ഷെ ഒരു സമയത്ത് ഒരാൾ കരയുന്നത് കണ്ടപ്പോ വളരെ സന്തോഷമായി. അപ്പോ പ്രസംഗമൊക്കെ കഴിഞ്ഞ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഫീലിങ്സ് ആണ് ഉണ്ടായിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾ പറഞ്ഞത് കേട്ടത് കൊണ്ടല്ല സംസാരിച്ചത്. നിങ്ങളുടെ താടി രോമങ്ങൾ കാണുന്ന സമയത്ത് എനിക്ക് എൻ്റെ മുമ്പുണ്ടായിരുന്ന ഒരു ആടിന് ഓർമ്മയുണ്ടായിരുന്നു. ആ ആടിന്റെ ആ ഒരു താടി രോമമാണ് എനിക്ക് ഓർമ്മ. അത് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അതായത് അതിന്റെ ജീവൻ പോയ സമയത്ത് എനിക്ക് വല്ലാതെ സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെ കാണുന്ന സമയത്ത് ആ ആടിനെയാണ് ഓർമ്മ വന്നത് എന്നും അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞതുമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം വളരെ എന്തായി ചീറ്റിപ്പോയിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മള് ഈ ഹാളിൽ ഈ ഒരു സൂമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെ ചിന്ത എവിടെയായിരിക്കണം. പലപ്പോഴും നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ശ്രദ്ധ മറ്റുള്ള സ്ഥലങ്ങളിലാകുന്ന സമയത്ത് നമ്മളുടെ പറയുന്നതിന് റിയാക്ഷൻ അല്ല അവർ ചെയ്യുന്നുണ്ടാകുക. അതുപോലെ ആയിരിക്കരുത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ സൂമിൽ എന്നല്ല, ഏത് പ്രോഗ്രാമിലായാലും നമ്മൾ അങ്ങനെ ഇരുന്ന് കേട്ടുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് ഇരിക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായാലും ഞാൻ നമ്മുടെ ട്രെയിനിങ്ങിലേക്ക് വരികയാണ്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ
ഞാൻ ട്രെയിനിങ് എടുക്കാൻ വലിയ ആളായിട്ടൊന്നും സംസാരിക്കുന്നതല്ല. അപ്പൊ ഞാനൊരു അധ്യാപകനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അധ്യാപകന മേഖലയിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അധ്യാപകൻ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്നത് മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എന്നത്ര അറിവില്ലാത്തവരാണ്, അതേപോലെ തന്നെ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന അറിവ് ശൂന്യമായിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ള ഒരു ധാരണയിലാണ് അധ്യാപകർ ക്ലാസ് എടുക്കുക. അതുകൊണ്ടാണ് അധ്യാപകർക്ക് ആ രീതിയിൽ ക്ലാസ് എടുക്കാൻ കഴിയുന്നത്, ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഞാൻ മനസ്സിലാക്കുന്നത് എന്നേക്കാൾ കഴിവുള്ളവരാണ്, എന്നേക്കാൾ ഒരുപാട് കാലിബറുള്ള ആൾക്കാരാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങളെക്കാൾ കുറച്ച് എക്സ്പീരിയൻസ് എനിക്കുള്ളത് കൊണ്ട് പോകണ്ടല്ലോ കരീം സാറേ, എന്താ ചെയ്യാ. അപ്പോ ഇപ്പൊ കേൾക്കുന്നുണ്ടാ? ആ ഇപ്പം കേൾക്കുന്നുണ്ട്. ഇടക്ക് കുറെ സമയം കട്ടായി പോകുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടോ പ്രശ്നം? വേറെ ആരും അങ്ങനെ മുറിഞ്ഞ് കേൾക്കുന്നുണ്ടോ? വേറെ ആർക്കെങ്കിലും വോളിയം പറഞ്ഞ കേൾക്കുന്നത് മുറിഞ്ഞ് കേൾക്കുന്നുണ്ടോ? സൗണ്ട് പ്രശ്നമുണ്ടോ? ഇപ്പം കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല. കട്ടാവുന്നുണ്ട്. ഓക്കെ. അപ്പോ എന്താ വഴി? ഞാൻ സ്ഥിരമായിട്ടിരിക്കുന്ന സ്ഥലത്താണ് ഇരുന്നത്, പക്ഷെ എന്റെ നെറ്റ്വർക്ക് മാറിയത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇങ്ങനെ തന്നെ പോക്കേ വഴിയുള്ളൂ തോന്നുന്നു. വേറെ സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടില്ല. ഏതായാലും തുടരല്ലേ? ഓക്കെ. സോറി പറയാണ്. പിന്നെ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ട്രെയിനിങ് അല്ലേ? അപ്പൊ ഏതായാലും ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ട്രെയിനിങ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാല്, ട്രെയിനിങ്ങിൽ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം മുമ്പിലുള്ളവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളെ ഒരു ട്വിസ്റ്റ് വരുത്തി കഴിഞ്ഞാൽ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഓരോ ട്രെയിനറും ആഗ്രഹിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. നിങ്ങൾക്ക് കുറച്ച് നേരത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ആ എക്സ്പീരിയൻസ് മാത്രം നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ബിസിനസ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ സ്ലൈഡിലേക്ക് വരാം. സ്ലൈഡിലേക്ക് വരുന്ന സമയത്ത് കാര്യങ്ങൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടല്ലേ? സ്ലൈഡ് കാണുന്നുണ്ടോ മഹേഷ് സാറേ? ഒന്നും കാണുന്നില്ല കരീം സാറേ, വന്നിട്ടില്ല. ഷെയർ ആകുന്നില്ല. ഇപ്പൊ ഓക്കെ. നെറ്റ് കണക്ഷൻ ചെറിയ വിഷയം. ഓക്കെ. അപ്പോ ഇത് കാണുന്ന സമയത്ത് FSS എന്നുള്ളൊരു പേര് നിങ്ങൾ കാണുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്സ് ടു സക്സസ്. എന്താണ് FSS? ഇത് ഒരുപാട് നേരത്തെ കേട്ടവരുണ്ടാവും, ഈ ഒരു സ്ലൈഡുകളൊക്കെ കണ്ടവരുണ്ടാകും, അതുപോലെ തന്നെ പിന്നെ പുതിയ ആൾക്കാരും ഉണ്ടാകും. അപ്പൊ FSS എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. അതിനാണ് FSS എന്ന് പറയുന്നത്. പലപ്പോൾ FSSന്റെ ഉത്ഭവം അറിയാത്തവരുണ്ടാകും, അവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും നമുക്ക് FSSലേക്ക് വരാം. FSS എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് ആണ്. എന്താണ് ട്രെയിനിങ്? ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം
ഞാൻ പറഞ്ഞിട്ടുണ്ട്, ട്രെയിനിങ് ഇല്ലാതെ നമുക്ക് ഒരു മനുഷ്യന് ഒരു കാരണവശാലും ഒരു രീതിയിലുള്ള മുമ്പോട്ട് പോക്കും നടക്കില്ല. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്, എന്താണ് ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം? അതായത് ഇന്നിപ്പോ എന്റെ വൈഫ് ഹയർ സെക്കൻഡറി ടീച്ചറാണ്. അവളിപ്പോ എന്നോട് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ഇപ്പോ ഈ സോപ്പും പേസ്റ്റും ഒക്കെ വെക്കുന്നതിന് എന്താണ് ട്രെയിനിങ് എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ അവര് വർഷങ്ങളായിട്ട് പഠിച്ച് ഒരുപാട് വർഷങ്ങളായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അവർക്ക് പോലും ഇപ്പൊ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വെച്ച് ഉണ്ടല്ലോ കരീം സാറേ. സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്ന വരുന്നുണ്ടാ, കാണുന്നുണ്ടാ? സാറേ ആ, ഇടക്ക് കട്ടാകുന്നുണ്ട്. വീഡിയോ ഓഫ് ആക്കിയാലോ? ഏതായാലും നമ്മള് ഇത് കാണുന്ന വീഡിയോ ഓഫ് ആയി കഴിഞ്ഞാൽ നോക്കി നോക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. സ്ക്രീൻ ഷെയർ കാണൂല അല്ലേ? കാണുന്നുണ്ടാ? ഞാനിപ്പോ ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം എന്നുള്ള ഇപ്പൊ ആയിട്ട് വന്നില്ല. അത് കാണുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ അല്ല? ഓക്കെ ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം. ഓക്കെ ആ ഓക്കെ. ആ ആ. അപ്പോ പിന്നെ അപ്പൊ പലപ്പോഴും നമ്മൾ കേട്ടത് തന്നെയായിരിക്കും നമ്മൾ കേൾക്കുന്നുണ്ടാകുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ കേട്ട് 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 നമുക്ക് ഈ ട്രെയിനിങ് എങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, സൂമിലൂടെയും അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ള സ്ഥലത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഈ ട്രെയിനിങ് നമുക്ക് ഉപകാരപ്പെടുക. ആ രീതിയിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ നിരന്തരം കേട്ടത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി ഒരു പേനയും ഒരു പുസ്തകവും എടുത്ത് നിങ്ങൾ ഇതിന്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ പറയുന്നത് ആരാണെന്ന് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ എന്താണ് പറയുന്നത്, അതിന്റെ കണ്ടന്റ് എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി എഴുതി വെക്കും. അപ്പോ ഒരിക്കലും ഒരു ഒരു ഹോട്ടൽ മുതലാളി അദ്ദേഹത്തിന്റെ ഹോട്ടലില് ആ ബിസിനസ് സംബന്ധമായിട്ട് അദ്ദേഹത്തിന് ധാരാളം വിറകിന്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഹോട്ടൽ സാധാരണ നമുക്ക് വിറകിന്റെ ആവശ്യമുണ്ടാവും. ആ സമയത്ത് ആ മുതലാളി ഒരു ജോലിക്കാരനെ വെച്ചു. വിറക് കീറുന്ന ആ ഒരു ജോലിക്കാരനെ വെച്ചുകൊണ്ട് അദ്ദേഹം പണിയെടുപ്പിച്ചു. അങ്ങനെ പണിയെടുപ്പിക്കുന്ന സമയത്ത് അങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തുന്ന സമയത്ത് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഒരു വളർച്ച വന്നപ്പോ വിറകിന്റെ ആവശ്യം കൂടുതലായി വന്നു. അങ്ങനെ വീണ്ടും ഒരു തൊഴിലാളിയെ കൂടി വെച്ചു. ആ തൊഴിലാളിയും വിറക് വെട്ടി. അങ്ങനെ രണ്ടുപേരും വിറക് വെട്ടുന്ന സമയത്ത് രണ്ടാമത് വന്ന വ്യക്തിയിൽ നിന്ന് കൂടുതൽ ഔട്ട്പുട്ടുകൾ ലഭിക്കാൻ തുടങ്ങി, കൂടുതൽ വിറകുകൾ ലഭിക്കാൻ തുടങ്ങി. ഒരു ദിവസം കിട്ടുന്നതിന് കൂടുതൽ അളവുകൾ വന്നു. അപ്പൊ അങ്ങനെ അളവ് വന്നതിന്റെ കാരണം ആ അന്വേഷിക്കാതെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ കൂടുതൽ ഔട്ട്പുട്ട് തരുന്ന ജോലിക്കാരന് കൃത്യമായി ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു. ശമ്പളം കൂട്ടിക്കൊടുത്ത സമയത്ത് ഈ ആദ്യം ഇവിടെ ജോലി ചെയ്തിരുന്ന വ്യക്തി അദ്ദേഹത്തോട് രഹസ്യമായി ചോദിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ ശമ്പളം കിട്ടുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓരോ വിറക് വെട്ടി കഴിഞ്ഞ സമയത്തും ഞാൻ വിശ്രമിക്കുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ ആയുധം മൂർച്ച കൂട്ടുമായിരുന്നു. ഞാൻ എൻ്റെ മഴുവിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ വെട്ടിക്കഴിയുന്ന സമയത്ത് അതിന് മൂർച്ച കുറയുമ്പോൾ അതിങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ ഔട്ട്പുട്ട് കൂടുന്നത്. ഈ ഔട്ട്പുട്ട് കൂടുന്നത് കൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കൂടുതൽ ശമ്പളം തരാൻ മുതലാളി തയ്യാറാവുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആദ്യത്തെ ജോലിക്കാരൻ എന്ത് ചെയ്തു, അങ്ങനെ അതിലേക്ക് എന്ത് ചെയ്തു, അദ്ദേഹം ആ രീതിയിലേക്ക് മാറാൻ തുടങ്ങി. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, നമ്മളെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മളെ വോയിസ് കൂടെ കട്ടായിണ്ടോ? ഇല്ലേ, കേൾക്കുന്നില്ലേ? നമ്മളെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഹലോ ഹലോ, ഇടക്ക് കട്ടാകുന്നുണ്ട്. കേട്ടാന്നുണ്ട്. ഇപ്പൊ ഓക്കെ ഒരു സെക്കൻഡ്.
ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കാം സാർ. സോറി. ഏതായാലും ഞാൻ പറഞ്ഞ ആ ഒരു കഥ എന്ന് പറയുന്നത് അപ്പോ ആ, ആദ്യം നമ്മളെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത പല വ്യക്തികൾക്കും ഒരേപോലെയല്ല ഗ്രോത്ത് ഉണ്ടാകുന്നത് എന്നതിന്റെ കാരണം നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാകുന്ന ഏതൊരു വ്യക്തി എടുത്ത് പരിശോധിച്ചാലും അവർ സ്ഥിരമായിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആളായിരിക്കും, സ്ഥിരമായിട്ട് GTSൽ പോകുന്ന ആളായിരിക്കും, സ്ഥിരമായിട്ട് വ്യക്തികളെ ഈ പ്രോഗ്രാമിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളായിരിക്കും. ഇത് അവരുടെ ഒരു പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ അധ്വാനിച്ചാൽ, നമ്മൾ അധ്വാനിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആയുധത്തിന് മൂർച്ച കൂട്ടി കഴിഞ്ഞാൽ നമുക്കും അതേപോലെ ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ പലപ്പോഴും പറയാറുണ്ട് ട്രെയിനിങ് ഈസ് ലൈക്ക് എ സ്ട്രീറ്റ് ലൈറ്റ്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു തെരുവ് വിളക്ക് പോലെയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ തെരുവില്, അതിപ്പോ പല സ്ഥലങ്ങളിലുണ്ട്, അതായത് ഓരോ ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിലും നമുക്ക് ലൈറ്റുകൾ കാണാൻ പറ്റും. അത് നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത്, ലൈറ്റ് ഇല്ലാതെ നടന്നു പോകുന്ന സമയത്ത് ആ പോസ്റ്റിന്റെ മുകളിലെ ലൈറ്റിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഒരു പോസ്റ്റിൽ നിന്ന് അടുത്ത പോസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ചെറുതായിട്ട് നമ്മൾ ഇരുട്ടാകുന്നു. ഇരുട്ടിൽ നിന്ന് അടുത്ത പോസ്റ്റ് കാണുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ആശ്വാസം വരുന്നു. അതിനെയാണ് സ്ട്രൈറ്റ് ലൈറ്റ്. ഇതുപോലെയാണ് നമുക്ക് ഓരോ ആഴ്ചയും നമുക്ക് ഇതുപോലെ ട്രെയിനിങ് കിട്ടുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ മോർണിംഗ് മീറ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അന്ന് പകലിൽ അന്ന് നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ടാകുന്ന നെഗറ്റീവുകളെ പോസിറ്റീവ് ആക്കി എടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഞാനത് കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല, നമുക്ക് സമയം വളരെ കുറവാണ്. അത് മാത്രമല്ല, ഏകദേശം കുറച്ച് നമ്മുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ എന്തായിട്ടുണ്ട്, നമ്മുടെ സമയം പോയിട്ടുണ്ട്. ഏതായാലും ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകാം. ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ടാണ്. പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ടാണ് ഏകദേശം ആൾക്കാരും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും ഞാൻ എങ്ങനെയാണ് കടന്നു വന്നത് നിങ്ങൾ നോക്കി നോക്കിയാൽ മതി. അപ്പൊ അത് വരുന്നത് ഏകദേശം ഒരു 30% ആൾക്കാരും പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ടാണ് കടന്നു വരുന്നത്. പിന്നെയുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് കമ്പൽസറി വേ ഓഫ്, അതായത് നിർബന്ധത്തിന്റെ പുറത്ത്, നിർബന്ധ പ്രകാരം കടന്നു വരുന്ന വ്യക്തികളെ നമുക്ക് ഇതിലേക്ക് കാണാൻ പറ്റും. അതായത് അതൊരു 20%. അതായത് ഇപ്പോ നമ്മളെ മാമനോട് പറയാണ് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ പ്രൊഡക്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കാറുണ്ട്. മാമന് ബിസിനസ് ഒന്നും അറിയില്ല, ബിസിനസ് പ്രോഗ്രാം കേട്ടിട്ടുണ്ടാവില്ല. അപ്പം മരുമകന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് കരുതി അങ്ങനെ നിർബന്ധത്തിന്റെ പുറത്ത്. അതുപോലെ തന്നെ ചില ഫാമിലിയിൽ തന്നെ അച്ഛൻ എന്ത് ചെയ്യും, മകനോട് നിർബന്ധിച്ച് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയും. ഇങ്ങനെ കമ്പൽസറി ആയിട്ട് നിർബന്ധപൂർവ്വം ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആൾക്കാർ 20% നമുക്ക് അത്തരം ആൾക്കാരെ കാണാൻ പറ്റും. പിന്നെയുള്ള ഒരു കാറ്റഗറിയാണ് ഒബ്ലിഗേറ്ററി, അതായത് കടപ്പാടിന്റെ പുറത്ത്. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും പണം കടം കൊടുത്തു കഴിഞ്ഞാലോ, അതല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമ്മള് ആ ഒരാളെ ബൈക്കിന്റെ മുകളിൽ കയറ്റി അവിടെ അദ്ദേഹത്തിന് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് നമ്മളോടൊരു കടപ്പാടുണ്ടാവും. ഇങ്ങനെ കടപ്പാടിന്റെ പുറത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന 20% ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇമോഷണൽ ആയിട്ട് വരുന്ന ആൾക്കാർ ഒരു 20% ആ രീതിയിലാണ് വരുന്നത്. ഇമോഷൻ എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ട്, ഈ 2,10,000 എന്നൊക്കെ കേൾക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഇന്നയാള് കാർ എടുത്തിട്ടുണ്ട് അതുപോലെ എനിക്കും ആഗ്രഹമുണ്ട്, അങ്ങനെ നമ്മളെ മനസ്സിലുള്ള ഒരു സ്വപ്നം മറ്റൊരാള് കട്ടായിണ്ടോ? പോയാ ക്ലിയർ ആണോ? നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയം മറ്റൊരാള് കേൾക്കുന്നുണ്ടല്ലേ? ഇപ്പൊ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം മറ്റൊരാൾ സാക്ഷാത്കരിക്കുന്ന സമയത്ത് നമുക്കും അങ്ങനെ ആകണം, അങ്ങനെ ആകാൻ ഇതിൽ പറ്റുമെന്ന് വൈകാരികമായിട്ട് ചിന്തിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെ നമുക്ക് ഈ ബിസിനസ്സിൽ കാണാൻ പറ്റും. ഇങ്ങനെ അവർ 20% ആൾക്കാരാണ്. പിന്നെയുള്ള ഒരു കാറ്റഗറിയാണ് അണ്ടർസ്റ്റാൻഡിങ് വേ. വളരെ കുറഞ്ഞ ആൾക്കാരാണ്, ഒരു 10% ആൾക്കാരാണ് ഈ രീതിയിലേക്ക് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൊണ്ട് പറയുകയാണെങ്കിൽ അവരല്ലാതെ ഈ ബിസിനസ്സിൽ രക്ഷപ്പെടില്ല എന്ന് പറയാം. നേരത്തെ പറഞ്ഞ 4 കാറ്റഗറിയിലുള്ള ആൾക്കാരായാലും
അവരൊന്നും ഈ ബിസിനസ്സിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യണോ? അണ്ടർസ്റ്റാൻഡിങ് വേയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. അതാണ് FSS കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രെയിനിങ് കൊണ്ട് നമുക്കുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ആയാലും, നിർബന്ധപരമായ ഇതിലേക്ക് കടന്നു വന്ന ആളാണെങ്കിലും, ഒബ്ലിഗേറ്ററി ആയാലും, ഇമോഷണൽ ആയാലും, അണ്ടർസ്റ്റാൻഡിങ് വേയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അവരൊന്നും ബിസിനസ്സിലേക്ക് വരുന്നില്ല. അതെന്താ വരാത്തത്? എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് മനസ്സിലായിട്ടില്ല എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഒരു പ്രൊഡക്റ്റിന് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് അവർ ബിസിനസ് ചെയ്തു കൊള്ളണമെന്നില്ല. അവർക്ക് ഈ ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് കൃത്യമായിട്ട് ആവശ്യമാണ്. ഞാൻ പറയാൻ പോകുന്നത് ഈ ബിസിനസ്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ABCD ആണ്. ഏതൊരു മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ABCD അറിയില്ല എങ്കിൽ നമുക്ക് അതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ABCD എന്ന് പറയുന്നത് ഇവിടെ കട്ടാകുന്നുണ്ടല്ലോ, കട്ടായി പോയിട്ടോ. കേൾക്കുന്നുണ്ടോ? ആ, ഇപ്പം കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ABCD എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൽ നമ്മൾ ഏത് മേഖലയിൽ ABCD ഉണ്ട്, ഈ ബിസിനസ്സിൽ ABCD എന്ന് പറയുന്നത് A ഫോർ ആറ്റിറ്റ്യൂഡ് എന്നാണ്. നമ്മൾ സാധാരണ പഠിക്കുന്നത് A ഫോർ ആപ്പിൾ എന്നാണെങ്കിൽ ഇവിടെ ആറ്റിറ്റ്യൂഡ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് ആറ്റിറ്റ്യൂഡ്? പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഏതൊരു മേഖലയിലും ആറ്റിറ്റ്യൂഡ് ഇല്ല എങ്കിൽ നമുക്ക് അവിടെ വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പിന്നെ നമ്മൾ B എന്ന് പറയുന്നത് ബിലീഫാണ്, വിശ്വാസമാണ്. അതുപോലെ തന്നെ C എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. D എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഇത് നാലും ഇവിടെ പറയാന്ന് പറയുന്നത് വളരെ സമയമെടുത്ത് പറയേണ്ട വിഷയമാണ്. എന്നാലും വളരെ ഫാസ്റ്റ് ആയിട്ട് ഞാനത് കടന്നു പോകും. എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻ യുവർ ആൾട്ടിറ്റ്യൂഡ് എന്നാണ്. നിങ്ങളുടെ ഉയർച്ച തീരുമാനിക്കുന്നത് നിങ്ങളുടെ മനോഭാവമാണ്. അതായത് നമ്മൾ ഉയരണോ അല്ലെങ്കിൽ നമ്മൾ താണോ എന്ന് വിചാരിക്കുന്നത് അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, മനോഭാവമാണ്. നിങ്ങൾ ഓരോരുത്തരുടെ അടുത്ത് പരിശോധിച്ച് നോക്കൂ. ഒരു വിഷയത്തെ നമ്മൾ കാണുന്ന സമയത്ത് അതിൽ ആദ്യമായിട്ട് നെഗറ്റീവ് മാത്രം കാണുന്ന വ്യക്തികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്, വളരെ പ്രയാസകരമാണ്. അപ്പൊ ഒരു വിഷയം കാണുന്ന സമയത്ത് അതിലുള്ള പോസിറ്റീവ് നമുക്ക് ആദ്യം കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഭക്ഷണം കിട്ടുന്ന സമയത്ത് ആ ഭക്ഷണത്തിൽ എന്തെങ്കിലും ഇല്ല, ഞാൻ പല സ്ഥലത്തും മാറി ഇരുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏതായാലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോലെ കുറെ സമയം നന്നായിട്ട് കിട്ടുന്നുണ്ട്, ഇടയ്ക്കങ്ങ് സ്റ്റക്കായി പോകുന്നു. ഞാനിപ്പോ പല സ്ഥലം ഓക്കെ. അപ്പോ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്കതിൽ എന്തെങ്കിലും പോരായ്മ കാണുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് സംസാരിക്കുക. ഇത് ഒരു മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളാരും ഉണ്ടാക്കിയെടുക്കുന്നില്ല, താനെ ഉണ്ടായി വരേണ്ടതാണ് എന്ത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതിൽ നമുക്ക് നല്ല ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ബിസിനസ്സിലും ആവശ്യമായ അത് തന്നെയാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് സംസാരിക്കും. പിന്നെ അതുള്ളത് ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ ലോ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് ഉയർന്ന ചിന്താഗതി ഉണ്ട്, അതുപോലെ തന്നെ താഴ്ന്ന ചിന്താഗതി. പിന്നെയുള്ളതാണ് ബിസിനസ് മാൻ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഈ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുകളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ കാണുന്ന ഒരു ഗ്ലാസ്സിലെ വെള്ളം കാണുന്നുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ കാണുന്ന ഈ ഗ്ലാസ്സിലെ വെള്ളത്തെ കുറിച്ച് ആദ്യമായിട്ട് ഒരാൾക്ക് പറയാനുള്ള ഒരു അഭിപ്രായം ഉണ്ടാവും. അതായത് ചിലർ പറയും ഈ ഗ്ലാസ്സിൽ 1/4 ഭാഗം ഒഴിഞ്ഞ പാത്രമാണ്, 1/4 ഭാഗം ഒഴിഞ്ഞ ഗ്ലാസ് ആണെന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആളാണ്. 3/4 ഭാഗം നിറഞ്ഞ ഗ്ലാസ് ആണെന്ന് പറയുമ്പോൾ ആ നിറവ് എന്ന് പറയുന്നതിനെയാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്.
ഒഴിഞ്ഞ എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡാണ്, അത് ഉപയോഗിക്കുന്നത് നെഗറ്റീവാണ്. നിറഞ്ഞ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് വേർഡാണ്. അതുകൊണ്ട് തന്നെ മുക്കാൽ ഭാഗം നിറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ആശ്വസിക്കുന്ന ഒരു രീതിയിലാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ചില സമയത്ത് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചിലർ പറയും, ഓ മഴ പെയ്തല്ലോ, അല്ലെങ്കിൽ മഴ എന്നെ അതാക്കിയല്ലോ. പക്ഷെ അവിടെ നമ്മൾ പോസിറ്റീവാണ്. ആ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ ഓരോ വിഷയത്തിലും നമ്മൾ പോസിറ്റീവായിട്ട് കാണണം. ഒരുപക്ഷെ മഴ പെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസകരമായിരിക്കും, മറ്റുള്ളവർക്ക് അത് ആശ്വാസകരമായിരിക്കും എന്ന് നമ്മൾ കാണണം. ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് ചിന്താഗതിയുള്ള ആൾക്കാർക്കാണ് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുക. അതുപോലെ തന്നെ റോസാപ്പൂവിന്റെ കാര്യം നമ്മൾ പറയാറുണ്ട്. റോസാപ്പൂവ് ഉണ്ടാകുന്നത് മുൾച്ചെടിയിലാണ്. അപ്പൊ നല്ല റോസാപ്പൂവിനെ അവർ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്ന് പറയൂ, ഹായ് നല്ല റോസാപ്പൂവാണല്ലോ എന്ന് പറയാറുണ്ട്. അപ്പൊ ആ പറയുന്ന ചിന്താഗതിയാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോ ഒരു മുൾച്ചെടി ആണെങ്കിൽ പോലും നല്ല മനോഹരമായ റോസാപ്പൂവിനെ കൊണ്ടുവന്നല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ചിലർ പറയുന്നത് വെച്ചാൽ പൂവുണ്ടായിട്ട് എന്ത് കാര്യമാണ്, അത് ഫുള്ള് മുള്ളല്ലേ എന്ന് പറയും. ഫുള്ള് മുള്ളല്ലേ, ആ രീതിയിലുള്ള സംസാരത്തിനെയാണ് നമ്മൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ 2 പൂച്ചകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ഉണ്ടാവൂലേ? കട്ടായിരുന്നല്ലോ ഓൾവേസ് എങ്ങനെ സൈഡ് കാണുന്നുണ്ടല്ലേ? ഹലോ, ഇപ്പം കേക്കാം. ഓൾവേസ് ടേൺ എ നെഗറ്റീവ് സിറ്റുവേഷൻ ഇൻടു എ പോസിറ്റീവ് സിറ്റുവേഷൻ. എപ്പോഴും നമ്മളെ നെഗറ്റീവ് സിറ്റുവേഷന് പോസിറ്റീവിലേക്ക് ടേൺ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ പറയുന്ന സമയത്ത്, നമ്മളൊരു സംഗതി ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ നോക്കുക, അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, അത് പറഞ്ഞാൽ എനിക്ക് കാര്യമുണ്ടോ, അതല്ലെങ്കിൽ പറയാതിരിക്കലാണോ നല്ലത്. അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് എപ്പോഴും ആ നെഗറ്റീവ് സിറ്റുവേഷനെ പോസിറ്റീവിലേക്ക് ടേൺ ചെയ്യാം. നിങ്ങളുടെ 2 പൂച്ചകളെ കാണുന്നുണ്ട്. ആ കറുത്ത പൂച്ചയുടെ മുഖവും വെളുത്ത പൂച്ചയുടെ മുഖവും നമ്മൾ കാണാം. ഈ വെളുത്ത പൂച്ചയുടെ മുഖമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. ആ ഒരു മുഖത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിന്റെ ഭാവം നമുക്ക് കാണാൻ പറ്റും. ആ ഭാവമാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ. പിന്നെയുള്ളതാണ് ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ്. ഉയർന്ന ചിന്താഗതിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിട്ട് ചുമതലയേൽക്കപ്പെട്ടിരുന്ന APJ അബ്ദുൽ കലാം. അദ്ദേഹം എപ്പോഴും ഉയർന്ന് ചിന്തിക്കാനാണ് സംസാരിച്ചിരുന്നത്. ഉയർന്ന സ്വപ്നം കാണാനാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. യുവാക്കളെ, നിങ്ങൾ സ്വപ്നം കാണുക. ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നങ്ങളല്ല ജീവിതത്തിലെ യഥാർത്ഥ സ്വപ്നം എന്ന് പറയുന്നത്. ഉറക്കം തെളിയിക്കുന്ന ഉണർത്തുന്ന സ്വപ്നങ്ങളെയാണ് നിങ്ങൾ കാണേണ്ടത് എന്ന് APJ അബ്ദുൽ കലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉയർന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് വിജയം ഉണ്ടാക്കി തീർക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് പിന്നെ താഴ്ന്ന ചിന്താഗതി. ഇത് രണ്ടും പരസ്പരം അനുകൂലങ്ങളാണ്. അതായത് നമ്മള് താഴ്ന്ന് ചിന്തിക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരാളിങ്ങനെ സൈക്കിളും ഇങ്ങനെ ചവിട്ടി പോകണം, ഒരു പ്രായമുള്ള ആള് സൈക്കിൾ ചവിട്ടി പോകുന്ന സമയത്ത് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പിന്നെ ബൈക്ക് എടുത്തൂടെ, നിങ്ങളൊരു ബൈക്കിൽ പോയല്ലോ, റേഞ്ച് പോയോ? ഓക്കെ, സ്ലൈഡ് കാണുന്നുണ്ടോ? സ്ലൈഡ് കാണുന്നുണ്ട്. അപ്പൊ ബൈക്ക് എടുത്ത് പോകുന്ന ആളോട് സൈക്കിൾ ചവിട്ടി പോകുന്ന ആളോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാണ്, എനിക്ക് വ്യായാമം ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ എനിക്ക് സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് കൂടുതൽ വ്യായാമം ഉണ്ടാകും. സത്യത്തിൽ അതായിരിക്കില്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതായത് പെട്രോളിന് വില കൂടുതലാണ്, പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ താഴ്ന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിലുള്ള ചിന്താഗതിയല്ല നമുക്ക് വേണ്ടത്. നമ്മൾ എപ്പോഴും ഉയർന്ന് ചിന്തിക്കുക. എനിക്ക് ഇന്ന വീട് വെക്കണം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വീട് വെക്കണം, നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ സ്വപ്നങ്ങള്, ആ രീതിയിലുള്ള ഉയർന്ന് ചിന്തിക്കുന്നവരായി നമ്മൾ മാറണം. പണ്ടൊക്കെ ചില വീടുകളിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവികൾ ഉണ്ടാകുക. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവികൾ വെക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയും,
പിന്നെ കളർ ടി വികൾ കണ്ണിന് കാഴ്ചക്ക് പ്രശ്നമാണ് എന്ന് പറയും. സത്യത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിക്ക് വില കുറവായത് കൊണ്ടായിരിക്കും അവരത് വാങ്ങുന്നത്. അപ്പോ അവിടെ കളർ ടി വികൾ കൊണ്ടുവരാത്തതിന്റെ കാരണം അവർ ഉയർന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ്. താഴ്ന്ന ചിന്താഗതിയാണ് അവര് ആ രീതിയിൽ പ്രവർത്തിക്കുന്നത്. പിന്നെയുള്ളതാണ് ബിസിനസ് മാൻ ആറ്റിറ്റ്യൂഡ്. ബിസിനസ് മാൻ ആറ്റിറ്റ്യൂഡ് ബിസിനസ് മാൻ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം ധീരുഭായ് അംബാനി, മുകേഷ് അംബാനിയും അതുപോലെ തന്നെ അനിൽ അംബാനിയുടെയും അച്ഛനായിട്ടുള്ള ധീരുഭായ് അംബാനിയാണ് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് അദ്ദേഹം. അതായത് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ എന്താണ് താല്പര്യം ഒരു ഓരോ വിഷയത്തിലും ഇപ്പൊ കേൾക്കാം, പറഞ്ഞോ. ഓരോ വിഷയത്തെയും നമ്മൾ ബിസിനസ് പരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ നമ്മൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബിസിനസ് പരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉയരാൻ പറ്റും. നമുക്ക് വേണ്ടാത്തതാണ് കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ്. കൺസ്യൂമർ അതായത് പിന്നെ കസ്റ്റമർ മൈൻഡ്, അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ഒഴിവാക്കി നമ്മൾ ബിസിനസ്സിലേക്ക് വരികയാണ്. ബിസിനസ് മാൻ ഇപ്പോ ഉദാഹരണത്തിന് നമ്മളിപ്പോ RTP നടക്കുകയാണ്, നമ്മളെ ജനുവരി 10, 11 RTP നടക്കുകയാണ്. RTP നടക്കുന്ന സമയത്ത് 2500 രൂപയാണ് അതിന്റെ എൻട്രി ഫീസ്. അപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ എന്തിനാണ് എൻട്രി ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് പോകുന്നത്? പക്ഷെ അവിടെ എത്തി ആ ഒരു പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് നമുക്കത് ബോധ്യപ്പെടും. എന്നാൽ തുടക്കത്തിൽ നമ്മൾ അത്രയും പൈസയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് നോക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2,10,000 എന്ന് പറയുന്ന മാജിക്കൽ ഫിഗർ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അത്രയും വലിയ എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മൾ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ബിസിനസ് മൈൻഡോടുകൂടി നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് എന്താ പറ്റും, കൃത്യമായിട്ട് ഈ ബിസിനസ്സിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ കുറെ കാര്യങ്ങൾ കട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഏതായാലും ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ ABCDയിൽ ബി എന്ന് പറയുന്ന ബിലീഫ്, വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ബിലീഫ് ഈസ് സ്ട്രോങ്ങർ ദാൻ മണി ആൻഡ് പവർ. അതായത് നമ്മുടെ പണത്തെക്കാളും അധികാരത്തെക്കാളൊക്കെ ഏറ്റവും വലുതാണ്, ഏറ്റവും സ്ട്രോങ് ആയതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഒരാൾ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറയാണ്, എനിക്ക് നിന്നെ 99% വിശ്വാസമാണെന്ന് പറയുമ്പോൾ അത് പൂർണ്ണമാവുന്നില്ല. 1% അവിടെ സംശയം ബാക്കിയാണ്. 1% സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. ഈ ബിസിനസ്സിൽ എന്നല്ല, ഒരു മേഖലയിലും നമുക്ക് വിജയിക്കാൻ പറ്റില്ല. 100% നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു പാപ്പാൻ, ഒരു ആനപ്പാപ്പാൻ എങ്ങനെയാണ് ആനയെ കൊണ്ടുപോകുന്നത്? അതൊരു വിശ്വാസത്തിന്റെ പുറത്താണ്. ആനക്കറിയാം ആനയുടെ കാലില് ചങ്ങല തളച്ചിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് എനിക്കത് പൊട്ടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ പുറത്താണ് പാപ്പാൻ എന്ത് ചെയ്യുന്നത്, ആനയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി 1000 തേൻതുള്ളിയിൽ ഒരു മീൻതുള്ളിയാണ് നമ്മുടെ പ്രയാസം, നമ്മുടെ പ്രശ്നം. വിശ്വാസം എന്ന് പറയുന്നത്, അതായത് 1000 തേൻതുള്ളി ഉണ്ടെങ്കിൽ അത് ഒരു മീൻതുള്ളി ഉറ്റിക്കഴിഞ്ഞാൽ അത് ആകെ നഷ്ടപ്പെട്ടു പോകും. അതുപോലെയാണ് നമ്മുടെ ഈ കൃത്യമായ നമ്മുടെ വിശ്വാസത്തില് ചെറിയ ഒരു വിശ്വാസക്കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്കത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം പറയാൻ പോകുന്നത് കൺസെപ്റ്റിലാണ്. ബിലീഫ് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കൺസെപ്റ്റാണ്, അതുപോലെ തന്നെ കമ്പനിയാണ്, മറ്റൊന്ന് പ്രൊഡക്റ്റ് ആണ്, അതുപോലെ തന്നെ പ്ലാന്, പിന്നെ ലീഡേഴ്സ്. ഇതിലാണ്, ഈ 5 കാര്യത്തിലാണ് നമുക്ക് വിശ്വാസം വരേണ്ടത്. ഓരോന്നും വിശദീകരിച്ച് പറയാനുള്ള സമയം ഇല്ല എങ്കിലും ഞാൻ ഒന്ന് ഓടിച്ചു പോകാം. എന്താണ് കൺസെപ്റ്റ്? ബിലീഫ് ഇൻ കൺസെപ്റ്റ്. എന്താണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഒരു ആശയമാണ്. ഒരാശയം. ഈ ആശയം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നമ്മളെ ലോകത്ത് പൊട്ടിപ്പുറപ്പെട്ട ഒരു ആശയമാണ്. കൺസെപ്റ്റ് എന്നതിന്റെ അർത്ഥം ആശയം എന്നാണ്. ആ ആശയം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ലോകത്ത് ഇതുവരെ നടന്നിരിക്കുന്ന ആശയം എന്ന് പറയുന്നത്, കച്ചവടത്തിന്റെ ആശയം എന്ന് പറയുന്നത് ട്രഡീഷണൽ ബിസിനസ് ആണ്, ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ്. നമുക്കറിയാം, മാനുഫാക്ചറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തുന്ന ആ ഒരു നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ആ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ആശയത്തിലൂടെയാണ് ഇതുവരെ കച്ചവടങ്ങൾ നടന്നു വരുന്നത്. എന്നാൽ നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ആശയം എന്ന് പറയുന്നത് മാനുഫാക്ചറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ശൃംഖല കൺസ്യൂമർ ആണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ GTS കേൾക്കുന്നതാണ്, കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഇവിടെ
മൗത്ത് പബ്ലിസിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നേരത്തെയുള്ളതാണെങ്കിൽ താരമൂല്യമുള്ള ഫേസ് വാല്യൂ ഉള്ള ആൾക്കാരാണ് അവിടെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ രീതിയിലുള്ള ഒരു ആശയത്തെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തുണ്ട്, 40% മുതൽ 60% വരെ ഇടനിലക്കാർക്ക് വീതിക്കപ്പെടുന്ന ഒരാശയത്തെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഇടയിലേക്ക് വരും. ഈ ആശയത്തെ 2018 ഓഗസ്റ്റ് 8 ടാഗോർ ഹാൾ, തിരുവനന്തപുരം ടാഗോർ ഹാളിൽ വെച്ചിട്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനു വേണ്ടി മോണിറ്ററിംഗ് അതോറിറ്റി അന്ന് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2025 ഫെബ്രുവരി 19 അതിന്റെ മോണിറ്ററിംഗ് മെക്കാനിസം ഉദ്ഘാടനം ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ ഡയറക്ട് സെല്ലിങ്ങിന്റെ ആശയത്തെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ വന്ന ഒരു ആശയമാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ 2018-19 ഡയറക്ട് സെല്ലിംഗ് മേഖലയിലുള്ള വിറ്റുവരവ് എന്ന് പറയുന്നത് 13,080 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ടായിരുന്നു. അത് 2015-16 ഉണ്ടായിരുന്നത് 8,308 കോടിയാണ്. ആ സമയത്തേക്ക്, അതായത് 18-19 അതിന്റെ വളർച്ച 16% ഉയർന്നു. ഇങ്ങനെ ഓരോ വർഷവും വളരെ കൂടുതൽ വളർച്ച കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരാശയമാണ്, ഒരു കൺസെപ്റ്റാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ട വിശ്വാസം എന്ന് പറയുന്നത് കമ്പനിയിലാണ്. കമ്പനിയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. 2013 ആഗസ്റ്റ് 14 സ്റ്റാർട്ട് ചെയ്ത് വളരെ വിജയകരമായി 12 വർഷം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഒരു കമ്പനിയുടെ ആയുസ് അല്ലെങ്കിൽ കമ്പനിയുടെ 12 വർഷം എന്ന് പറയുന്നത് വളരെ വിജയകരമായ ഒരു 12 വർഷം തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വളരെ നല്ല ഒരു കമ്പനിയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. 1000-ലധികം ഫ്രാഞ്ചൈസികളുണ്ട് ഓൾ ഓവർ ഇന്ത്യയിൽ. അതുപോലെ ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് ഉണ്ട് ഫിക്കിയിൽ. അതുപോലെ തന്നെ ഫെലോ മെമ്പർഷിപ്പ് FDSA ഉണ്ട്. അതുപോലെ തന്നെ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് സ്കിൽ ഇന്ത്യയുടെ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 2019-ലും 2022-ലും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2024 പോലും ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരു ബ്രാൻഡ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്വന്തമായ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉള്ള ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. പിന്നെ ആയുഷിന്റെ അംഗീകാരമുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത. വിദേശ രാജ്യത്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അപ്പൊ കമ്പനിയെ കുറിച്ച് നമുക്ക് ആ രീതിയിൽ വിശ്വസിക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഡക്റ്റിലുള്ള വിശ്വാസം എന്താണ്? പ്രൊഡക്റ്റിലുള്ള വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തരും തന്നെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ബിസിനസ്സിലേക്ക് വന്നവരാണ്. ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 28ഓളം പ്രൊഡക്റ്റുകൾക്ക് ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളതും നമ്മൾ ഓരോരുത്തർക്കും കൃത്യമായ റിസൾട്ടുകൾ ലഭിക്കുന്നു എന്നുള്ളതുമാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. അപ്പൊ പ്രൊഡക്റ്റ് നമുക്ക് 100% വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എലമെന്റ്സിന്റെ ഏറ്റവും നല്ല ബ്രാൻഡുള്ള അവാർഡ് കൊടുക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ 2019-ലും 2024-ലൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 1.5 ലക്ഷത്തോളം വരുന്ന ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മൊബൈൽ നടന്ന ഒരു പ്രോഗ്രാമാണിത്. ഈ രീതിയിലുള്ള പ്രോഗ്രാമുകൾ നമ്മളെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ രീതിയിലുള്ള വലിയ ഒരു ബൂമിംഗ് ആണ് നമ്മുടെ MI ലൈഫ് സ്റ്റൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് എനിക്ക് ഈ രീതിയിൽ പറയാനുള്ള ഒരു പ്ലാനില്. നമുക്ക് ബിസിനസ്സിൽ വരുമാനം കിട്ടുന്ന ഏറ്റവും കാര്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ പ്ലാനിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ബിസിനസ്സിൽ നമ്മൾ വിട്ടുപോകില്ല. അപ്പൊ പ്ലാനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 9 തരത്തിലുള്ള വരുമാനങ്ങൾ നമുക്ക് തരുന്നു. ഇപ്പോൾ അവസാനമായിട്ട് 10ാമത്തെ വരുമാനവും കൂടി നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് റീറ്റെയിൽ പ്രോഫിറ്റ്, സെയിൽസ് ടേൺ ഓവർ ബോണസ്, പെർഫോമൻസ് ബോണസ്, റീപർച്ചേസ്, അങ്ങനെയുള്ള വരുമാനങ്ങൾ, അതുപോലെ തന്നെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്, ലോയൽറ്റി ഇൻകം, ഇപ്പോൾ അവസാനമായിട്ട് ടീം ഡെവലപ്മെന്റ് ഫണ്ട് എന്ന രീതിയിൽ വാർഷിക വരുമാനവും നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തു. ആ പ്ലാന് തൽക്കാലം ഞാൻ ഇന്ന് ആ പ്ലാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് തോന്നുന്നത് 6:48 ആയിട്ടുണ്ടല്ലേ. അപ്പോൾ സമയം ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള പ്ലാൻ നമ്മളെപ്പോഴും GTSൽ കേൾക്കുന്ന പ്ലാൻ തന്നെയാണ്. അതായത് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ബ്രാഞ്ച് 1-ലും ബ്രാഞ്ച് 2-ലും ഒക്കെ ബിസിനസ് വോളിയം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരുമാനങ്ങൾ കൂട്ടാൻ പറ്റും. 10,000 വരുന്ന സമയത്ത് 1,200 രൂപ നമ്മൾ ആഴ്ച വരുമാനമായിട്ട് ഉയർത്താൻ പറ്റും. പിന്നെ അത് 20,000 വരുന്ന സമയത്ത് നമുക്കത് 2,400-ലേക്കും ഇങ്ങനെ നമുക്ക് പിന്നെ നമ്മുടെ ബിസിനസ് വോളിയം ബ്രാഞ്ച് 1-ലും ബ്രാഞ്ച് 2-ലും വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നമുക്ക്
2,10,000 വരെ ഒരു കിട്ടാവുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തെ കുറിച്ച് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയാൽ എങ്ങനെയാണ് 2,10,000 ഒക്കെ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും. ഏതായാലും പെർഫോമൻസ് ബോണസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒരു ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലുള്ള ഒരു വ്യക്തിക്ക് സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിൽ ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലുമായിട്ട് 1,00,000 ബിസിനസ് വോളിയം ഒരു മാസം, അതായത് 4 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പെർഫോമൻസ് ബോണസിന് അർഹരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബിലീഫിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബിലീഫ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കൺസെപ്റ്റ്, ആശയത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പനിയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം, പ്രൊഡക്റ്റിൽ വിശ്വാസം ഉണ്ടായിരിക്കണം, പ്ലാനിലും വിശ്വാസം ഉണ്ടായിരിക്കണം, ലീഡേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി തരുന്ന നല്ല നല്ല കെൽപ്പുള്ള കപ്പാസിറ്റി ഉള്ള ലീഡേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. AIG എന്ന് പറയുന്ന ഓർഗനൈസേഷനും അതിന്റെ കീഴിൽ ശൈലേഷ് സാർ നേതൃത്വം വഹിക്കുന്ന UCA എന്ന് പറയുന്ന ഓർഗനൈസേഷനും അതുപോലെ തന്നെ അതിന്റെ കീഴിൽ നമ്മൾ MIT എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ഇതൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ലീഡേഴ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായി ട്രെയിനിങ് കാര്യങ്ങൾ തരുന്നു. അപ്പൊ ഈ രീതിയിലുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1% നമുക്ക് വിശ്വാസം കുറഞ്ഞാൽ അവിടെ വിശ്വാസം പൂർണ്ണമാവുന്നില്ല. ഇവിടെ 50% മാത്രമേ നമ്മുടെ വിശ്വാസം ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളിലുള്ള വിശ്വാസമാണ് ഏറ്റവും വേണ്ടത്. അതാണ് ഈ പറഞ്ഞതിലൊക്കെ 50% നമ്മൾ ഉണ്ടാവുന്ന വിശ്വാസം. കട്ടായി പോകുന്നുണ്ട്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ സമയം കഴിഞ്ഞിട്ടുണ്ട്, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട്. ഏതായാലും എന്നെ ശ്രവിച്ചിട്ടുള്ള ഓരോരുത്തർക്കും വളരെ കൃത്യമായി ഞാൻ നന്ദി പറയാണ്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ നിങ്ങളെ വല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും എന്നെ കേട്ട മുഴുവൻ ആൾക്കാർക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ അറിയിക്കുന്നു. ഓക്കെ.